സർ, ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം, സംഘർഷം രൂപപ്പെട്ട് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു വിദേശകാര്യ മന്ത്രി നമ്മുടെ രാജ്യത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി സയ്യിദ് അബ്ബാസ് അരാച്ചിയാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. എന്താണ് സാർ ഈ സംഘർഷം, ഇങ്ങനെ എന്താ പറയുക, ഒരു സംഘർഷ സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യൻ മണ്ണിൽ വന്നിരിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? വാസ്തവത്തിൽ യാദൃച്ഛികമെന്ന് പറയട്ടെ, ഇദ്ദേഹം വന്നപ്പോൾ തന്നെ ഒരു മഞ്ഞുരുകലുണ്ടായി. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ആ എയർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, എയർഫീൽഡ്, അത് കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, യുദ്ധം വന്നതിനുകൂടി 2 ദിവസമായിട്ട് വിമാനങ്ങളൊന്നും അങ്ങോട്ടും പറക്കുന്നില്ല, ഇങ്ങോട്ടും പറക്കുന്നില്ല. ട്രാഫിക് ബ്ലോക്ക്, ഇന്ത്യയും അടച്ചു വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷേ ആദ്യമായിട്ട് അവിടെ ഒരു വിമാനം വന്നു. ഇപ്പോൾ ഇന്നലെ ആ വഴി ഒരു വിമാനം വന്നു. അത് തുറന്നു കൊടുത്തു. ഇറാനിൽ നിന്നുള്ള പാകിസ്ഥാനും തുറന്നു കൊടുത്തു, ഇന്ത്യയും തുറന്നു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ, അങ്ങനെ ആ രീതിയിലൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുണ്ട് ഇത്. ആ വിമാനം ആദ്യമായിട്ട് ഈ യുദ്ധമേഖലയിൽ, യുദ്ധത്തിൻ്റെ കാളിമ പടർന്നു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കൂടി ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തു. അദ്ദേഹം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കാണാൻ പോകുന്നത് പ്രധാനമന്ത്രിയെയാണ്, അതുപോലെ വിദേശകാര്യമന്ത്രിയെയും കാണുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷേ അതിൻ്റെ ഉത്തരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നിട്ടുള്ളതെന്നാണ് പ്രധാനപ്പെട്ട. അത് ശരി. അതിൻ്റെ ഉത്തരം അതും കൂടെ നമ്മൾ ഓർക്കണം. കാരണം ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു ദീർഘകാല ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി, പണ്ട് സോവിയറ്റ് യൂണിയനുമായിട്ട് ഇന്ദിരാഗാന്ധി ഒപ്പിട്ടതുപോലെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ ജോയിൻ്റ് കമ്മീഷൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധം പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ എസ്കലേറ്റ് ചെയ്തിട്ടില്ല, യുദ്ധത്തിൻ്റെ ഒരു ഭീതി നിലനിൽക്കുന്നു. അതാണ് കറക്റ്റായിട്ടുള്ള. അതെ, എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലും അദ്ദേഹം ആ യാത്ര മാറ്റി വെച്ചില്ല. വേണമെങ്കിൽ മാറ്റി വയ്ക്കായിരുന്നു. അതെ, അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് വന്നിട്ട് പോകാമായിരുന്നു. തൊട്ടടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. കുറച്ചുകൂടി വരണം ഇന്ത്യയിലേക്ക് വരാൻ. അതെ, തൊട്ടയൽ രാജ്യമല്ല, പക്ഷേ പാകിസ്ഥാൻ തൊട്ടയൽ രാജ്യമാണ്. ഇന്ത്യക്ക് ഇറാനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറയാം. വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കണം, പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇതുപോലൊരു മിലിറ്ററി ആക്ഷൻ നടക്കുകയുണ്ടായി. ഈയിടെ നടന്ന് തീർന്നതുള്ളൂ, പക്ഷെ അവിടെ അവസാനിച്ചു. അതെ, അപ്പോൾ അവിടെ അവർ തമ്മിലും സംഘർഷ, ഇറാനുമായിട്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള സംഘടനകളും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇറാൻ എന്നും മാത്രമല്ല, ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പലപ്പോഴും ഇറാൻ സമാധാന ചർച്ചകൾക്കായിട്ട് ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. ഇറാനും ഇസ്രായേലുമായിട്ട് സംഘർഷം ഉണ്ടായപ്പോഴും നമ്മൾ ഇറാനെ എതിർത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അമേരിക്ക അവർക്കെതിരെ സാങ്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ആ സാങ്ഷനിൽ പോലും ഇന്ത്യ പങ്കാളിയായില്ല, സജീവ പങ്കാളിയായില്ല എന്നുള്ളത്. ഇറാനുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടുണ്ട് എന്നു മാത്രമല്ല, പഴയ പേർഷ്യയാണല്ലോ, പേർഷ്യയാണ്. ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണുള്ളത്. അതെ, അവർ റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന മത ഭീകരത വന്ന സമയത്ത് അവിടെ നിന്നുള്ള പാഴ്സികളെ എല്ലാം അവർ ഓടിച്ചു, എല്ലാ മതക്കാരെയും ഓടിച്ചു. ആ പാഴ്സികളും ആ ജൂതന്മാരും എല്ലാം ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നു. ഇന്ത്യ അവരെ സ്വീകരിച്ചു. അതിലൊരു സംഘർഷമൊന്നും ഉണ്ടായില്ല. ചൗവൻലായി പോട്ടെ, ദലൈലാമയെ നമ്മൾ സ്വീകരിച്ചപ്പോൾ ചൈനയുമായിട്ടൊരു സംഘർഷം ഉണ്ടായതുപോലെ ഒരു സംഘർഷവും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തുടർന്ന് വരികയാണ് ആ ബന്ധം നല്ല രീതിയിൽ തന്നെ. പേർഷ്യ എന്ന് പറയുന്നത് തന്നെ അന്നത്തെ പേർഷ്യയാണല്ലോ ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്നത്. അതെ, അതുകൊണ്ട് പാരമ്പര്യമുണ്ട് ഇന്ത്യയും ഇറാനും. അറബ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് പരമ്പരാഗതമായി വ്യാപാരവും പരസ്പര ബന്ധവും ഒക്കെ ഉള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഒരിക്കലും. ഒരു അധിനിവേശം അവർ നടത്തിയിട്ടില്ല. അറബ് കച്ചവടക്കാർ ഇന്ത്യയിൽ അധിനിവേശം നടത്താൻ വന്നിട്ടില്ല. പിന്നെ ജംഗിസ് ഖാൻ്റെയൊക്കെ നേതൃത്വത്തിൽ മംഗോളിയയിൽ നിന്നുമൊക്കെ വന്ന ഖാന്മാരാണല്ലോ, അവർ മുസ്ലിങ്ങളായിരുന്നില്ല. അവരാണ് അധിനിവേശവും പടയോട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് അതെ, മുഗളന്മാരും മറ്റുള്ളവരും ഒക്കെ കയറി വന്ന് ഇന്ത്യയിൽ അധിനിവേശമാണ് സ്ഥാപിച്ചത്. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഉണ്ടായിട്ടുള്ളത്. അതങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇറാനുമായിട്ട് ഒന്നും ഊഷ്മളമായിട്ടുള്ള ബന്ധം, വെറും ഒരു ഈ പറയുന്നത് പോലെ ഇന്ത്യയുമായിട്ട് ഒരു കരാർ, വ്യാപാര ബന്ധവും സമാധാനവും സഹകരണവും ഒക്കെ ഉറപ്പാക്കുന്ന ഒരു കരാർ, അതിൻ്റെ ചർച്ചകൾക്കായിട്ട് അതിൻ്റെ ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിംഗ്, പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്. ആ ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിങ്ങിനാണ് വിദേശകാര്യമന്ത്രി വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ജയശങ്കറുമായിട്ട് അദ്ദേഹത്തിൻ്റെ സമാനനായിട്ടുള്ള അതുകൂടാതെ ഇദ്ദേഹം പ്രധാനമന്ത്രിയെയും കാണുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ കരാറിനുള്ള ബാഹ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പ് ചർച്ചയല്ല നടക്കുന്നത്. കാര്യങ്ങൾ ഇറാനെ കൂടുതൽ വ്യക്തമായിട്ട് നമ്മളിപ്പോൾ ഡിപ്ലോമാറ്റുകളെയാണ് ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളും പാകിസ്ഥാൻ ഉണർത്തുന്ന ഭീഷണികളും എല്ലാം ഇവരെ ബോധിപ്പിക്കും.
ബോധിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഇറാൻ എന്ന് പറയുന്ന ഈ ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല. പക്ഷെ സാർ, ഈ ഇറാൻ തുടക്കത്തിൽ ഈ പാകിസ്ഥാൻ നമുക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി 26 പേർ കൊല്ലപ്പെട്ടു, വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. ആ സമയത്ത് ശരിക്കും രാഷ്ട്രങ്ങൾ മുഴുവനും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുമ്പോൾ ചൈനയും തുർക്കിയും അതിന് തയ്യാറായില്ലെങ്കിലും മറ്റെല്ലാ രാഷ്ട്രങ്ങളും, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇറാൻ ഞങ്ങൾ ഇതിനൊരു മധ്യസ്ഥത വഹിക്കാം, പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയില്ല, ഇന്ത്യയോട് പറഞ്ഞത് ഞങ്ങളൊരു മധ്യസ്ഥത വഹിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ അതിനെ തള്ളിക്കളഞ്ഞു. കാരണം മൂന്നാം രാജ്യം ഇടപെടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനൊരു ഞങ്ങൾ സിമില കരാറിൽ പറഞ്ഞിട്ടുള്ളതും ബൈലാറ്ററലി പരിഹരിക്കണമെന്നാണ്. അങ്ങനെ കരാറിൽ ഒപ്പിടിപ്പിച്ചത്. അതിനുശേഷമാണ് പട്ടാളക്കാരെ നമ്മൾ വിട്ടുകൊടുത്തത്, കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ മൂന്നാം കക്ഷി ഇടപെടേണ്ട കാര്യം. കാരണം എന്തിനാ? ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിൽ മൂന്നാമത്തെ കക്ഷിയുടെ ആവശ്യം എന്താ? ഇതൊരു തർക്ക വിഷയമല്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇതൊരു തർക്ക വിഷയമേ അല്ല, ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. ഇപ്പോൾ കാശ്മീരുകാർ തന്നെ പാകിസ്ഥാനെതിരെ നടത്തിയ പ്രകടനവും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷവും എല്ലാം തെറ്റിക്കുന്നത്. അവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ അവർ ഇന്ത്യയുടെ ജനാധിപത്യം അംഗീകരിക്കുന്നു, ഭരണഘടന അംഗീകരിക്കുമെന്നാണല്ലോ. വേറൊരു ഹിതപരിശോധനയുടെ ആവശ്യമുള്ള സന്ദർഭമല്ലല്ലോ. ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർ സഹകരിക്കാതിരിക്കുക, ഭൂരിപക്ഷം പേരും വോട്ട് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹിതപരിശോധനയാകാം. അതിൻ്റെ ആവശ്യമില്ല. നിന്റെ ജനാധിപത്യത്തിൽ കൂടി പോകുന്നു, ജനാധിപത്യത്തിൽ കൂടി കാശ്മീരും അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി കലാപങ്ങളും അവിടെ കെട്ടടങ്ങിയിരിക്കുകയാണ്. ആ ശാന്തിയാണ് ഭീകരന്മാർക്ക് സഹിക്കാൻ വയ്യാതെ അവരുടെ അസഹിഷ്ണുത കൊണ്ട് വന്ന് ആക്രമണം നടത്തി കുളമാക്കാൻ പ്രേരിപ്പിച്ചത്. ആളുകൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും. അതെ. അതേസമയം ബലൂചിസ്ഥാനിൽ നടക്കുന്ന സംഘർഷമാണ്. അവിടേക്ക് ഭീകരന്മാർ പോയിട്ട് അത് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. കാരണം അവിടെ അടിച്ചമർത്തുകയാണ്, ബലൂച്ച് ജനതയെ അടിച്ചമർത്തുകയാണ്. അത്തരം അടിച്ചമർത്തലൊന്നും ഇവിടെ നടക്കുന്നില്ല. ചൈനയിൽ അടിച്ചമർത്തലാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു റവല്യൂഷൻ ഇവന്മാരെ കൊണ്ട് നടത്താൻ പറ്റിയിട്ടുണ്ടോ? സിൻജിയാങ് പ്രവിശ്യയിൽ അവരെ മുഴുവൻ ഇരുമ്പ് അഴികൾക്കുള്ളിലാക്കിയിരിക്കുകയാണ് മുസ്ലിങ്ങളെ മുഴുവൻ. എന്തേ ഇവന്മാർ നിങ്ങൾക്ക് ചുണയില്ലാത്ത? അതെ, IS-ഉം ലഷ്കർ-ഇ തോയ്ബയും അൽ-ഖ്വയ്ദയും ഒക്കെ ഉണ്ടല്ലോ. എന്താ പോയി നിങ്ങളുടെ വീരന്മാരാണെന്ന് പറയുന്നല്ലോ. നിങ്ങൾ കൊല്ലും. എന്താ നിങ്ങൾക്ക് വീരസ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലേ? ചൈനയിൽ പോയിട്ട് ഒറ്റയൊരെണ്ണം അനങ്ങിയിട്ടില്ലല്ലോ ഇന്നുവരെ. നോർത്ത് കൊറിയയിലാണെങ്കിൽ നിങ്ങൾ പോകുമോ? ഇന്ത്യയുടെ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളൊക്കെ ഇവിടെ കുറേ പേര് സഹായിക്കാനുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാനും പറ്റും, ജനാധിപത്യം ഉള്ളതുകൊണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ തലയ്ക്ക് മുകളിൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതാണ് ഈ സ്വാതന്ത്ര്യമാണ് ദുരുപയോഗപ്പെടുത്തുന്നത് അവർ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ഇറാൻ്റെ പോളിസികളോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല, എല്ലാ പോളിസികളോടും. കാരണം മതരാഷ്ട്രമാണത്. ഹിജാബിന് വേണ്ടി പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് ജയിലിലിട്ട് കൊന്നു. അതിനോടൊന്നും ഇന്ത്യക്ക് ഒരു വിധത്തിലുള്ള യോജിപ്പുമില്ല. പക്ഷേ വേറൊരു കാര്യമാണ്, പാകിസ്ഥാനിലെ പോലെ ടെറർ ക്യാമ്പുകളിൽ ഇതുപോലെ വൃത്തികെട്ട പരിശീലനം നടത്തിയ ആളുകളെ ഇങ്ങോട്ട് ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഒക്കെ സഹായിക്കുന്നത്, ആളും അർത്ഥവും കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അവരുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവർ ചെയ്യുന്നതും നല്ല കാര്യം. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അവരാണല്ലോ ഈ പെൺകുട്ടികളെയൊക്കെ കൊന്നത്, ഇറാഖുമായിട്ട് നടത്തിയ യുദ്ധം. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. ഈ പറയുന്ന ഹമാസ് എന്നൊക്കെ ഭീകര സ്വഭാവമുള്ള സംഘടനകളാണ്. ഭീകര സംഘടനയായിട്ട് ഇന്ത്യ ഹമാസിനെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അവർ സിയോണിസ്റ്റ് ലോബി എന്ന് പറഞ്ഞൊരു ലോബിയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നെങ്കിലേ അമേരിക്കയ്ക്ക് രക്ഷയുള്ളൂ. അത് സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണത്, സയണിസ്റ്റ് ലോബി എന്ന് പറയുന്നത്. പക്ഷേ സാർ, ഹമാസ് നിരപരാധികളായ ഇസ്രായേലികളെ ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തതാണ്. നമ്മൾ ഒക്ടോബർ 23 കണ്ടതാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അവർ പക്ഷേ ഹെസ്ബുള്ള എന്ന് പറയുന്നതിനെ സഹായിക്കുന്നത്, ഇറാൻ സഹായിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടുകൂടിയാണ്, അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും. പക്ഷേ ഇതൊന്നും ഒരിക്കലും വിജയിച്ചിട്ടില്ല. ഇന്ത്യ ഇതിലൊന്നും താല്പര്യപ്പെടാറില്ല. ഇന്ത്യക്ക് ഇതിലൊന്നും അതെ ഒരു തരത്തിലും എല്ലാതരം ഭീകരതയും ഒഴിവാക്കണം, അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യ. എല്ലാത്തരം ഭീകരതയും ഒഴിവാക്കണം. ഹൂത്തികളും അവർ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ആ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. നമ്മുടെ താല്പര്യം സാമ്പത്തിക താല്പര്യമാണ്. അതായത് ചബഹാർ തുറമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ സഹായം കൂടാതെ നേരിട്ട് അവിടേക്ക് പോയിട്ട് കച്ചവടം നടത്താനുള്ള തുറമുഖം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ വ്യാപാരം വളരെ ശതഗുണീഭവിക്കും.
ആ കരാർ നമ്മൾ അതിൻ്റെ ഇത് നടത്തിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ ഇറാൻ അതിന് സമ്മതിച്ചു. അതാണ് നമ്മുടെ വൻ നേട്ടം. ആ ചാബഹാർ തുറമുഖം നമ്മുടെ സാമ്പത്തിക താല്പര്യത്തെ സംരക്ഷിക്കുന്നു. അദാനിയാണല്ലോ ഇപ്പോൾ അത്. നേരിട്ട് ഇന്ത്യക്കൊരു കുഴപ്പം ഈ സംഘടനകളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു ശല്യത്തിനും നമ്മൾ പോകാതിരിക്കുന്നത്. പിന്നെ ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ള, അതുപോലെ തന്നെ ഹൂത്തികളാണ്. ഹമാസ് എന്ന് പറയുന്നത് പാലസ്തീൻ്റെ ഒരു സംഘടനയാണ്. ഇസ്രായേലിനെ എതിർക്കാൻ വേണ്ടി ആ ഒരു യുദ്ധത്തിൽ ഇവർ ആ നിലപാട് സ്വീകരിച്ചു. പക്ഷെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ ഇസ്രായേലിനാണ് പിന്തുണ മോറലായിട്ടുള്ള. കാരണം തീവ്രവാദം ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, വ്യാപാര സംബന്ധമായ കാര്യങ്ങളും ഇറാനുമായുള്ള സഹകരണമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചർച്ചയാവുക. അതാണ് ചർച്ചയാവുന്നത്. ബൈലാറ്ററൽ കോപ്പറേഷൻ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത, യുദ്ധസമയത്ത് പോലും അത് നഷ്ടപ്പെടുന്നില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഇസ്ലാമിക രാഷ്ട്രമായ, പൂർണ്ണമായും മതരാഷ്ട്രമായിട്ടുള്ള ഇറാൻ്റെ ഇന്ത്യയിലെ അത് ഇന്ത്യക്കൊരു മോറൽ ബൂസ്റ്ററും കൂടാണ് ഈ സമയത്ത്. കാരണം ഇസ്ലാമിക ലോകം ഇന്ത്യയോടൊപ്പമാണ് ഉൾപ്പെടെ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോടെ ചർച്ച ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബ്രീഫിംഗ് ഉണ്ടാവും. അതിനപ്പുറം പാകിസ്ഥാനിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയും. അപ്പോൾ സമാധാനത്തിൻ്റെ ഒരു പാത തുറക്കുക എന്നുള്ളത് ഒരു ഒത്തുതീർപ്പ് ചർച്ചയല്ല, മറിച്ച് നിർദ്ദേശങ്ങളുണ്ടാവും. ആ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യയോട് പറയാത്ത കാര്യങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും. ആ കാര്യങ്ങളനുസരിച്ചുള്ള ഒരു ഫോർമുലയിലേക്ക് പോകാൻ തീർച്ചയായിട്ടും കഴിയും. യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് തന്നെയാണ് ഇന്ത്യയുടെ പോളിസി. നമ്മുടെ സാമ്പത്തിക താല്പര്യത്തിന് അതാണ് നല്ലത്. അപ്പോൾ യുദ്ധം ഒഴിവാക്കാൻ സാമ്പത്തിക വളർച്ച നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും എന്നുള്ള സ്ഥിതിയേ ഉള്ളൂ. ഇനി അവരെ അടിക്കാതിരിക്കണം. ആ സന്ദേശം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തീർച്ചയായിട്ടും പാകിസ്ഥാനിലെത്തിക്കാൻ, ശല്യത്തിന് വരരുത് എന്നുള്ള സ്ട്രോങ് മെസ്സേജ് ഇദ്ദേഹം തീർച്ചയായിട്ടും അധികം ഇന്ത്യയുടെ നിലപാട് അവരെ അറിയിക്കാനും ഉള്ള ഒരു ഫീലറായിട്ട്, ചർച്ചക്കാരനായ ഒരു ഫീലറായിട്ട് പണ്ട് ശശി തരൂർ പറഞ്ഞ കുഴപ്പത്തിലായതാണ്. സൗദി അറേബ്യ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലൊരു ഫീലറാവണം എന്ന് വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. ഫീലറല്ല എങ്കിലും ഈ പരസ്പര ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയായിട്ട് വയാ മീഡിയ എന്ന് പറയുന്നില്ലേ, അതായിരിക്കും ശരിയായി വരിക. അത് തീർച്ചയായിട്ടും സഹായിക്കും. ഈ സന്ദർഭത്തിൽ അത് തീർച്ചയായിട്ടും ഒരു ചർച്ചാ വിഷയം തന്നെ ആയിരിക്കും.